ആറ്റുമണം മേലെ ഉണ്ണിയാർച്ച ഊണും കഴിഞ്ഞങ്ങുറക്കമായി. അത് വടക്കമ്പാട്ടിലാണ്. പക്ഷേ നമ്മുടെ ദേശപ്പൂരിന് പേര് കേട്ട നാഥാപുരത്തെ ഉണ്ണിയാർച്ചകൾക്ക് അങ്ങനെ ഊണ് കഴിഞ്ഞ് ഉറങ്ങാനൊന്നും സമയമൊന്നുമില്ല. അവർ വീടാന്തരം കയറി വോട്ടുകളൊക്കെ തേടുന്ന ആ ഒരു വലിയ തിരക്കിലാണ്. യെസ്, നമ്മുടെ ഇലക്ഷൻ ഓൺ വീൽസ് ഇന്ന് എത്തി നിൽക്കുന്നത് കോഴിക്കോട് നാഥാപുരത്താണ്. നാഥാപുരത്തേതാ ഇത്രയും നിരന്ന് നിൽക്കുന്ന ഉണ്ണിയാർച്ചകൾക്കൊപ്പമാണ്, വനിതാ സ്ഥാനാർത്ഥികൾക്കൊപ്പമാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ചേച്ചി, ഇവിടുത്തെ ചൂട് ഈ കോഴിക്കോടത്തെ ചൂടിനേക്കാളും വലുതാണോ ഇവിടുത്തെ ഇലക്ഷൻ ചൂട്? അതെ അതെ. എന്താണ് പേര്? രമ്യ. രമ്യ. ഏത് വാർഡിലാണ് മത്സരിക്കുന്നത്? 2ാം വാർഡിൽ LDFന്റെ സ്ഥാനാർത്ഥിയാണ്. LDFന്റെ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ചേച്ചി, എന്താണ് ഒരു യുവമുഖം കണ്ടുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരുപാട് യുവാക്കൾ അങ്ങോട്ട് ഇറങ്ങി വന്നിട്ടുള്ള ഒരു ടൈമാണ്. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്ത് മാറ്റമാണ് ഈ യുവതി ഈ ഒരു ഉണ്ണർച്ച വരുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്? യുവത്വം വരുന്നത് എപ്പോൾ നല്ലത് തന്നെയല്ലേ. അപ്പോൾ പുതിയ ചിന്തകളല്ല, പുതിയ മാറ്റങ്ങൾ നമ്മുടെ നാട്ടിനെ കൊണ്ടുവരാൻ യുവത്വത്തിന് കഴിയുമെന്നാണ് എനിക്ക് വിശ്വാസം. ഓക്കെ, എൻ്റെ പേരെങ്ങനെയാ? അപർണ. അപർണ എന്ത് മാറ്റമാണ് അപ്പോൾ കൊണ്ടുവരാനായിട്ട് പോകുന്നത് അപർണയുടെ വാർഡിൽ? ഞാൻ കൂടുതലും കുട്ടികൾക്ക് കളിസ്ഥലം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ എല്ലാം കൊണ്ടുവരണം. ഓക്കെ, ഇതിൽ സിറ്റിംഗ് മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. എവിടെ, ആരാണത്? ഓക്കെ, സിറ്റിംഗ് മെമ്പർ അപ്പോൾ ഈ സീറ്റ് നിലനിർത്താനായിട്ട് പോകുകയാണെന്നുള്ള ഒരു വിശ്വാസമുണ്ട്, ആത്മവിശ്വാസം? ഇത് 3ാമത്തെ ടേമാണ് പാർട്ടി തന്നെ ഈ ഫീൽഡിലേക്ക് ഇറക്കുന്നത്. അപ്പോൾ 2 പ്രാവശ്യം നിന്ന് ഇപ്പം നിലവിൽ ഞാൻ ഈ വാർഡിൽ തന്നെയുള്ള ഒരു മെമ്പറാണ്. ഈ കലാച്ചി ടൗൺ വാർഡ്. ഇപ്പോൾ ഒരു പുതിയ വാർഡ് 17ാം വാർഡ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു വാർഡാണ് ഇപ്പം നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ ഇനിയും സീറ്റ് പിടിക്കും, ഉറപ്പാണ്? ഉറപ്പ്. ജനങ്ങളെ ആധാരം നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളെ കൂടുതൽ ചേർത്ത് പിടിക്കുകയോ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുകയോ മനസ്സറിഞ്ഞ് ഇവരെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിട്ടാണ് ഞാനിപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഈ വാർഡിൽ നിന്നത്. അത് വെച്ചാൽ നമ്മളെ പാർട്ടീൻ്റെ നിർദ്ദേശപ്രകാരമാണ് ചെയ്തത്. ഈ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് 3ാം ടേമും മത്സരത്തിന് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ UDFന്റെ സ്ഥാനാർത്ഥികളുണ്ടല്ലോ, എവിടെ? ദാ നിൽക്കുന്നു. എവിടേക്കാണ് മത്സരിക്കുന്നത്? വാർഡിലേക്കാണോ? ഞാൻ നാദാപുരം ഡിവിഷനിൽ തുണേരി ബ്ലോക്കിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. പേര് സുമയ്യ പാട്ടത്തിൽ. ആദ്യം നാദാപുരം പഞ്ചായത്ത് 17ാം വാർഡിൽ STPയും CPMും പിന്തുണച്ചുള്ള സ്ഥാനാർത്ഥിയെ വെട്ടിച്ചുകൊണ്ട് വിജയിച്ച ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ എനിക്കൊരു പ്രമോഷൻ കിട്ടിയതാണ് ഇപ്പോൾ തുണേരി ബ്ലോക്കിലേക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട്. 17, 18, 19, 20, പിന്നെ 22, 23, 24 വാർഡുകളിലുള്ള ഡിവിഷനിലെ സ്ഥാനാർത്ഥിയാണ് ഞാൻ. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ തുണേരി ബ്ലോക്ക് മാറണം, ഈ ഒരു ചിന്താഗതിയോട് കൂടിയാണ് ഇറങ്ങിയത്. അപ്പോൾ കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നല്ലൊരു സപ്പോർട്ട് ജനങ്ങളിൽ ഒരുവനായി ജനങ്ങൾക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ഓക്കെ. അപ്പോൾ ഇത്രയും വനിതകൾ അങ്ങോട്ട് നിൽക്കുകയാണല്ലോ, അപ്പോൾ ഈ വനിതാ ക്ഷേമത്തിന് വേണ്ടിയിട്ടൊരു പദ്ധതി കൊണ്ടുവരാനായിട്ട് എന്താണ് മനസ്സിൽ കണ്ടിട്ടുള്ളത്? ഞാൻ സജില, തൂണേരി ബ്ലോക്ക് പഞ്ചായത്തിലെ ചെക്കാട് ഡിവിഷൻ എന്നാണ് മത്സരിക്കുന്നത്. ഇപ്പം കേരളത്തിലിപ്പോൾ ഒരു സ്ത്രീപക്ഷ ഗവൺമെൻറ്റാണുള്ളത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും സ്ത്രീകളിപ്പം ആത്മാഭിമാനത്തോടെ വീട് പോലും സ്വന്തം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കുടുംബശ്രീ ഉൾപ്പെടെയുള്ള വന്നതിന് ശേഷം നല്ല മാറ്റമുണ്ട്. അപ്പോൾ സർക്കാർ എല്ലാ തൊഴിലെടുക്കുന്നവരെയും സ്ത്രീകൾ ഉൾപ്പെടെ എപ്പോഴും ചേർത്ത് പിടിക്കുന്നതേ ഈ 9 വർഷമായിട്ട് ജനങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് മറ്റു ജോലികളിലൊന്നും ഏർപ്പെടാത്ത 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ചെറിയൊരു പെൻഷൻ പോലെ ഒരു സംഖ്യ പോലും പ്രഖ്യാപിച്ചു. അപ്പോൾ സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു. ആദ്യമായി രാജ്യത്തൊരു സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക പോലീസ് സ്റ്റേഷൻ ഉണ്ടായി. പിങ്ക് പോലീസ് സംവിധാനം വന്നു. കോഴിക്കോടാണ് കേരളത്തിൽ ആദ്യമായി വനിതകൾക്ക് വേണ്ടി ഒരു പോലീസ് സ്റ്റേഷൻ വന്നത്. ഇതിലേറെ വനിതകളെ ചേർത്ത് പിടിക്കുന്ന രാജ്യത്തെ മറ്റൊരു സംസ്ഥാനത്തും ഇല്ല എന്ന വിശ്വാസത്തിലാണ് ഞാൻ മത്സരിക്കുന്ന സ്ഥലത്ത് എനിക്കൊരു ഊഴം കിട്ടിയാൽ സ്ത്രീകളെ പക്ഷത്ത് നിന്നുകൊണ്ടും എല്ലാവരെയും പക്ഷത്ത് നിന്നുകൊണ്ടും LDF സർക്കാരിൻ്റെ പദ്ധതികൾക്കനുസരിച്ച് നാടിനെ സേവിക്കാൻ ആഗ്രഹിക്കുന്നു. ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാ നമ്മുടെ ഈ ചേച്ചീനെ ചേച്ചിയല്ല ചെറിയ കുട്ടിയായിരുന്നു. ഓക്കെ, ഈ കുട്ടിയെ ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിച്ച് ജയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം, ഒരു റീസൺ എന്താന്ന് പറഞ്ഞു? ജയിപ്പിക്കാനോ? പറയുന്ന വെച്ചാൽ എന്തായാലും ഞാൻ ജയിക്കും എന്നൊരു ദൃഢനിശ്ചയത്തിലൂടെയാണ് ഞാൻ ഇതിനോട്ട് ഇറങ്ങിയത്. അപ്പം നമ്മൾ അതുവരെ ജീവിച്ചിട്ടുള്ള നാടിനെ അറിഞ്ഞ് അവരുടെ ഇടയിലേക്ക് ചെന്നിറങ്ങുമ്പോൾ തീർച്ചയായും അവരെന്താണ് എന്നെ ജയിപ്പിക്കുന്നത് എനിക്ക് ഉറപ്പാണ്. അതിൽ ഒരുപാട് നടപ്പിലാക്കുന്ന വാഗ്ദാനങ്ങൾ തീർച്ചയായും നൽകും. അത് നടപ്പിലാക്കുന്ന ഞാൻ അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുന്നതാണ് എൻ്റെ
ഏറ്റവും പ്രതീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ തന്നെയാണ് അവർക്ക് എന്താണ് ഒരു പ്രതീക്ഷ. പേരെങ്ങനെയാണ്? സ്നേഹ 13ാം വാർഡിലാണ് മത്സരിക്കുന്നത്. അപ്പൊ എന്താണെങ്കിലും എന്താ ഇതുപോലെ ഒരുപാട് ഉണ്ണിയാർച്ചകൾ നാഥാപുരത്ത് നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ദേശപ്പോരിന് പേര് കേട്ടിട്ടുള്ള ഈ ഒരു ഭാഗത്തെ പോരിനി ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ആര് ജയിക്കും ആര് വാഴും എന്നുള്ളത് എന്താണെങ്കിലും ദിവസങ്ങൾക്കപ്പുറം നമുക്കറിയാവുന്നതാണ്. ഇലക്ഷൻ ഓൺ വീൽസിൽ അടുത്തൊരിടത്ത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഞങ്ങൾ തിരിച്ചെത്തുന്നതാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഫെബിൻ ദേവിനും ജിവേഷിനുമൊപ്പം ചൈതന്യ. ഗുഡ് ബൈ.